നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നടക്കാൻ, വിവാഹം ശരിയാകാൻ, മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാൻ, വിസ ലഭിക്കാൻ, ലീവ് ലഭിക്കാൻ, ഭർത്താവ് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ, മറ്റുള്ളവർക്കിടയിൽ ആദരവ് ലഭിക്കാൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആവശ്യങ്ങൾക്കുള്ള പരിഹാരം ബാസിത്ത് എന്നുള്ള ഇസ്മിലുണ്ട്. അത്ഭുതകരമായ ഇസ്മാണ്, അതിശയിപ്പിക്കുന്ന അമലുകളാണ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്തത് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉകളിൽപ്പെട്ട 21ാമത്തെ ഇസ്മാകുന്ന ഖാബിൽ എന്നുള്ള ഇസ്മിനെ കുറിച്ചാണ്. അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദിക്റ് കൂടിയാണ് ഖാബിൽ. ഒരുപാട് അമലുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്ന് 22ാമത്തെ ഇസ്മാകുന്ന ബാസിത്ത് എന്നുള്ള ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ കാണാൻ കഴിയും, ഇന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റിസ്കിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കും. അപ്പോൾ ബാസിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമാക്കി കൊടുക്കുന്നവൻ. നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുന്നു, അന്നാശിറു ഫളലഹു അലാ ഇബാദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം, അല്ലാഹുവിൻ്റെ റഹ്മത്ത്, അല്ലാഹുവിൻ്റെ ഫളലിനെ അടിമകളുടെ മേലിൽ വിതറുന്നവൻ. അപ്പോൾ നന്നായി കൊടുക്കുന്നവൻ, നന്നായി വിതരണം ചെയ്യുന്നവൻ, നന്നായി വിശാലമാക്കി കൊടുക്കുന്നവൻ, നന്നായി നീട്ടിക്കൊടുക്കുന്നവൻ എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട്. ബാസിത്ത് എന്നുള്ള ഇസ്മിൻ്റെ അദദ് വരുന്നത് 72ആണ്. ഒരുപാട് അമലുകൾ ബാസിത്ത് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ? ഏതാവശ്യമാകട്ടെ അത് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ബാസിത്തിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക? സ്നേഹം ലഭിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം, നമ്മുടെ കുടുംബങ്ങളുടെ സ്നേഹം, നമ്മുടെ സഹപ്രവർത്തകരുടെ സ്നേഹം, ആരുടെ സ്നേഹവുമാകട്ടെ ബാസിത്തിൽ പരിഹാരമുണ്ട്. അതുപോലെ വിവാഹം ശരിയാകാൻ, പെണ്ണ് കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ചെക്കൻ പെണ്ണിനെ കാണാൻ വരുമ്പോൾ ബാസിത്ത് എന്നുള്ള ഇസ്മിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക? അതുപോലെ നമുക്ക് ആദരവ് ലഭിക്കാൻ, ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും മറ്റുള്ളവർക്കിടയിൽ ഒരു ബഹുമാനവും ആദരവും ലഭിക്കാൻ ബാസിത്തിനെ എങ്ങനെയാണ് ഉപയോഗിക്കുക? ഒരുപാട് അമലുകൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു 4 അമലുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഒന്നാമത്തെ അമൽ എന്നുള്ളത് ആവശ്യം നടക്കാൻ വേണ്ടി. നമുക്കൊരു ജോലി ലഭിക്കണം, നമുക്കൊരു ഇൻ്റർവ്യൂ പാസ്സാകണം, നമുക്കൊരു വാഹനം മേടിക്കണം. എങ്ങനെ നോക്കിയിട്ടും നടക്കുന്നില്ല, തടസ്സങ്ങളാണ്. ഒരു ഭാഗം മുട്ടിക്കുമ്പോൾ മറുഭാഗം മുറിഞ്ഞു പോവുകയാണ്. അല്ലെങ്കിൽ ഒരു ലീവ് പെട്ടെന്ന് അനുവദിച്ച് കിട്ടണം, അല്ലെങ്കിൽ വിസ കിട്ടണം, ഭർത്താവ് ഗൾഫിലേക്ക് കൊണ്ടുപോകണം. ഇങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങൾ ഏതുമാകട്ടെ, ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അർദ്ധരാത്രിയിലും എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും ബാസിത്ത് എന്നുള്ള ഇസ്മ് 72 തവണ നമ്മൾ ചൊല്ലുക. 41 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം. 72 തവണ യാ ബാസിത്ത് യാ അല്ലാ, യാ ബാസിത്ത് യാ അല്ലാ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ട് വേണം നമ്മൾ ചൊല്ലാൻ. അങ്ങനെ ചൊല്ലിയതിൻ്റെ ശേഷം നമ്മൾ ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ ചൊല്ലുന്നത് ആ ആവശ്യത്തിന് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും നമ്മുടെ മുഖം തടവുകയും ചെയ്യുക എന്നുള്ളതാണ്. തുടർച്ചയായി 41 ദിവസം ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ നമ്മൾ ഈ അമൽ ചെയ്യുന്നത് ആ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തരും. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദൂഹു ബിഹാ. അല്ലാഹുവിൻ്റെ ഇസ്മുകളെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യൂ, നിങ്ങൾക്ക് ഉത്തരം തരുമെന്ന വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്ത്. ആ ഒരു പ്രതീക്ഷയോടെ നമ്മൾ ഈ ഒരു അമൽ നല്ല തവക്കുലോടെയും ഈമാനോടെയും ചെയ്യുക. അല്ലാഹു നമുക്ക് റിസൾട്ട് തരും, യാതൊരു സംശയവുമില്ല. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് വിവാഹം ശരിയാകാൻ വേണ്ടിയാണ്. എത്ര പെണ്ണ് കണ്ടു, ഒരുപാട് ചെക്കന്മാർ വന്ന് എന്നെ കണ്ടു, കല്യാണം ശരിയാകുന്നില്ല. 25 കഴിഞ്ഞു പെണ്ണുങ്ങൾ പറയാണ്, 32 കഴിഞ്ഞു ആണുങ്ങൾ പറയാണ്, വിവാഹ തടസ്സങ്ങൾ, വിവാഹം ശരിയാകുന്നില്ല എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. ബാസിത്ത് എന്നുള്ള ഇസ്മിനെ ഒരു വെള്ള പ്ലേറ്റിൽ നമ്മൾ എഴുതുക. എഴുതിയതിന് ശേഷം അത് വെള്ളം കൊണ്ട് നമ്മൾ മായ്ക്കുക. ആ മായ്ച്ച വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിലേക്ക് 72 തവണ
യാ ബാസിത്ത് യാ അല്ലാ, യാ ബാസിത്ത് യാ അല്ലാ, യാ ബാസിത്ത് യാ അല്ലാ ചൊല്ലിയിട്ട് നമ്മൾ മന്ത്രിക്കുക. എന്നിട്ട് ആ വെള്ളം കൊണ്ട് നമ്മൾ മുഖം കഴുകുക. അതിനുശേഷം പെണ്ണിനെ കാണാൻ പോയാൽ, അല്ലെങ്കിൽ പെണ്ണ് കാണാൻ വരുമ്പോൾ പെണ്ണ് അങ്ങനെ ചെയ്തിട്ട് ഒരുങ്ങി നിന്ന് കഴിഞ്ഞാൽ നിന്റെ യഥാർത്ഥ സൗന്ദര്യം അവന് ബോധ്യപ്പെടാൻ അത് കാരണമാകും, പരസ്പരം ഇഷ്ടപ്പെടാൻ കാരണമാകും, വിവാഹം ശരിയാകാൻ അത് കാരണമാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹപ്രായമെത്തിയ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അനുയോജ്യരായ സ്വാലിഹികളായ സ്വാലിഹത്തുകളായ ഇണകളെയും തുണകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് ആദരവ് ലഭിക്കാൻ വേണ്ടി വീട്ടിൽ ഒരു വിലയും നിലയുമില്ല എന്ന് പറയുന്ന സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ജോലി സ്ഥലത്ത് മേലുദ്യോഗസ്ഥൻ മറ്റുള്ളവർക്കിടയിൽ സഹപ്രവർത്തകർക്കിടയിൽ കളിയാക്കുകയാണ്, വേദനിപ്പിക്കുകയാണ് എന്ന് പറയുന്ന വിദേശികളുണ്ട്, സ്വദേശികളുണ്ട്. ആദരവ് അത് വലിയൊരു വിഷയം തന്നെയാണ്. അത് നമുക്ക് കുടുംബത്തിൽ കിട്ടേണ്ടതാണ്, അത് നമുക്ക് ജോലി സ്ഥലത്ത് കിട്ടേണ്ടതാണ്, അത് നമുക്ക് സമൂഹത്തിൽ കിട്ടേണ്ടതാണ്, അത് നമുക്ക് നാട്ടിൽ കിട്ടേണ്ടതാണ്. ആദരവില്ലാതായി കഴിഞ്ഞാൽ എപ്പോഴും എവിടെ ചെന്നാലും എല്ലാവരും പരിഹസിക്കപ്പെടുന്ന ഒരു കോമാളിയായി നമ്മൾ മാറാൻ പാടില്ല. എല്ലാവരും അടിച്ചമർത്തപ്പെടുന്ന ഒരു പ്പെടുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. അപ്പോൾ ആദരവ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഇസ്മിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക? 41 ദിവസം തുടർച്ചയായി എല്ലാ ദിവസവും 720 തവണ യാ ബാസിത്തു യാ അല്ലാ, യാ ബാസിത്തു യാ അല്ലാ, യാ ബാസിത്തു യാ അല്ലാ എന്ന ഇസ്മു ചൊല്ലുക എന്നുള്ളതാണ്. എവിടെയാണ് നമുക്ക് ആദരവ് ലഭിക്കാൻ നാം ആഗ്രഹിക്കുന്നത്, നാം നിയത്താക്കുന്നത്, അവിടെ നമുക്ക് ആദരവ് ലഭിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ പവർ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ കഴിയും, അനുഭവിച്ചറിയാൻ കഴിയും. നല്ല ഈമാനോടെ തവക്കുലോടെ നമ്മൾ ചെയ്താൽ മതി. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ ഒരു അമൽ എന്നുള്ളത് സ്നേഹം ലഭിക്കാൻ വേണ്ടി, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്നേഹം, ഭർത്താവിന് ഭാര്യയുടെ സ്നേഹം, മാതാപിതാക്കൾക്ക് മക്കളുടെ സ്നേഹം, മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം, മരുമക്കൾക്ക് അമ്മായിമ്മമാരുടെ അമ്മോശാക്കന്മാരുടെ സ്നേഹം, കീഴുദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ സ്നേഹം, ഇങ്ങനെയൊക്കെ സ്നേഹം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരാൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ നാം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഹൈറായ ഹലാലായ സ്നേഹങ്ങൾക്കൊക്കെ ഈ ഒരു അമൽ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ ഈ അമൽ ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. 40 തവണ യാ ബാസിത്തു യാ അല്ലാ, യാ ബാസിത്തു യാ അല്ലാ, യാ ബാസിത്തു യാ അല്ലാ എന്ന് ചൊല്ലുക. അതിനുശേഷം നമ്മൾ നമ്മുടെ കൈവെള്ളയിൽ മന്ത്രിക്കുക. എന്നിട്ട് ആ കൈവെള്ള കൊണ്ട് മുഖം തടവുക. അതിനുശേഷം ആരുടെ സ്നേഹമാണോ നമുക്ക് ലഭിക്കേണ്ടത് അയാളുടെ അടുത്ത് പോയി നമ്മൾ സംസാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് നമ്മോട് ഒരു ബഹുമാനവും സ്നേഹവും ഉണ്ടാകും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ഒരു തവണ ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ ട്രൈ ചെയ്യുക. നല്ല ഈമാനോടെയും നല്ല തവക്കലോടെയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും റിസൾട്ട് കിട്ടും. അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കൊണ്ടുള്ള അമലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാസിത്ത് എന്നുള്ള ഇസ്മിൻ്റെ ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്യാനുണ്ട്, നമുക്ക് ചൊല്ലാനുണ്ട്, നമുക്ക് പറയാനുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. ഏതാനും ചില അമലുകൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ള അമലുകൾ തിരഞ്ഞെടുത്ത് ഒരു 4 നമ്മൾ പരിചയപ്പെട്ടു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ചർച്ച ചെയ്യാൻ മറ്റൊരിക്കൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ അസ്മാഉകളെ ചേർത്ത് പിടിക്കാനും അതിനെ മനഃപ്പാഠമാക്കാനും അതിനെ പതിവാക്കാനും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ദുനിയവിയും മുഖ്റവിയുമായ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.